ജേർണലിസ്റ്റും കൂടിയാണ്. ഐസറ ചാരക്കേസ് ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടക്കുകയാണ്. 94 ആരംഭിച്ച കേസ് 2018 50 ലക്ഷം രൂപ നമ്പി നാരായണന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്തു എന്നാണ് നമ്മുടെ ഒരു ധാരണ. അവിടെ മുതൽ രാജശേഖരൻ നായർ ഇന്ന് സംസാരിക്കുന്നത് ഈ നഷ്ടപരിഹാരത്തിൽ തുടങ്ങിയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തത് നമ്പി നാരായണൻ്റെ സയൻറ്റിസ്റ്റ് എന്ന കരിയർ നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു കരിയർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ 50 ലക്ഷം രൂപ നമ്പി നാരായണന് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ തത്തുല്യമായി ഈ കേസിൽ സഫർ ചെയ്ത ദുരിതം അനുഭവിച്ച ഏതെല്ലാം മനുഷ്യർക്ക് കൂടി കൊടുക്കേണ്ടിയിരിക്കുന്നു തുടങ്ങിയ അവിടെയാണ് അദ്ദേഹം ഇന്ന് ആരംഭിക്കുന്നത്. ആ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് കൂടി അദ്ദേഹം കടന്നു പോകും. ആദ്യം സർ, നഷ്ടപരിഹാരത്തെക്കുറിച്ച് അങ്ങയുടെ നിലപാട് എന്താണ്? നമ്പി നാരായണന് നഷ്ടപരിഹാരം കൊടുക്കാണ്ട് സുപ്രീം കോടതി ഉപയോഗിക്കുന്ന കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പാരഗ്രാഫ് 10 and 11 or 11 and 12 എനിക്ക് കൃത്യമായിട്ടുള്ള അതിനകത്ത് 2010 ഞാൻ കൊടുത്ത കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ 2 പാരഗ്രാഫ് പറയുന്നുണ്ട്. ഞാൻ കൊടുത്ത കേസ് എന്ന് വെച്ചാൽ 1996 സംസ്ഥാന സർക്കാരിലെ പോലീസുകാർ ചെയ്ത കൃത്യവിലോപത്തെക്കുറിച്ച് ഉള്ള റിപ്പോർട്ട്, അതുപോലൊരു റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് IB ഉദ്യോഗസ്ഥരെക്കുറിച്ചും. ഇപ്പോൾ കേരള പോലീസുകാരെ കുറിച്ച് വരുമ്പോൾ അവിടെ എല്ലാവരും അന്നത്തെ ചീഫ് സെക്രട്ടറി DGP എല്ലാവരും ഒരു നടപടി എടുക്കണ്ട എന്ന് എഴുതിയിട്ടുണ്ട്. നായനാർ എന്ന് എഴുതിയിരിക്കുന്നത് 96 ഡിസംബറിൽ നായനാർ നോട്ട് ചെയ്തിരിക്കുന്നത് ഇത് സുപ്രീം കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഉത്തരവ് സുപ്രീം കോടതി കിടക്കുന്നു, അത് വരട്ടെ. കാരണം ഇതിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവ് കൊടുത്തിരുന്നു. അതിനെ ചലഞ്ച് ചെയ്തിട്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ അവസാനം സുപ്രീം കോടതി കിടക്കുകയാണ്. അപ്പോൾ നായനാർ ഇങ്ങനെ നോട്ട് ചെയ്യുന്ന 96 ഡിസംബറിലാണ്. 98 ഏപ്രിലാണ് സുപ്രീം കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ക്വാഷ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അപ്പം ഈ ഫയൽ ഓപ്പൺ ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ഫയൽ അത് മാറി വന്ന് ഒരു മുഖ്യമന്ത്രിമാർ ഈ ഫയൽ തൊടുന്നില്ല. അവരെ കാണിച്ച് കാണത്തില്ല താഴെയുള്ള ഉദ്യോഗസ്ഥർ, വാട്ട് ഓർ മേ ബി. അപ്പോൾ 2010 ഈ നായനാരുടെ നോട്ടിംഗ് ഉൾപ്പെടെ ഈ CBIയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഞാൻ കോടതിയിൽ കൊടുത്തിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഇറ്റ് വാസ് എ ഡയറക്ഷൻ, ഇറ്റ് വാസ് എ മാൻഡമസ് ഡയറക്ഷൻ ടു ദ ഗവൺമെൻറ് ഓഫ് കേരള ടു ആക്ട് ഓൺ ദ റിപ്പോർട്ട് ഓഫ് CBI കോൺഫിഡൻഷ്യൽ. അതാണ്, അല്ല നടപടി എടുക്കാനൊന്നുമല്ല, ഈ റിപ്പോർട്ടിൽ നടപടി എടുക്കണം, അതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരതിനകത്ത് മറുപടി എഴുതി. അന്നത്തെ ചീഫ് സെക്രട്ടറി അന്ന് ജയകുമാറാണ്, ഹോം സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറി എനിക്കറിയില്ല, പുള്ളിയാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രൗണ്ട്സ് വളരെ വിചിത്രമാണ്. അതായത് ഒരു കോടതിയും ഇവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്രയും നാൾ കഴിഞ്ഞു. ഇതാണ് 2 ഗ്രൗണ്ട്സ്. അതിൽ എൻ്റെ ഒരു മറുപടി, ഏതെങ്കിലും ഒരു കോടതി നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവർ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടല്ലേ മൂവ് ചെയ്യുന്നത്, അല്ലാതെ OP അല്ലല്ലോ. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇനി ഇത്രയും വർഷമായിട്ട് നടപടി എടുക്കാത്ത എൻ്റെ കുഴപ്പമാണോ? ഫയൽ അവരുടെ കയ്യിലല്ലേ ഇരുന്നിരുന്നത്, ഗവൺമെൻറ് കയ്യിലല്ലേ. ഗവൺമെൻറ് മിസ്റ്റേക്കിന് ഗവൺമെൻറ് എങ്ങനെയാണ് അലിബി ആയിട്ട് കൊണ്ടുവരുന്നത്, എക്സ്ക്യൂസ് ആയിട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? എനിഹൗ കോടതി അത് അക്സെപ്റ്റ്. കാരണം എൻ്റെ പ്രയർ എന്ന് പറഞ്ഞാൽ ഇതിൽ നടപടി എടുക്കണം എന്നുള്ളതാണ്. അവരൊരു നടപടി എടുക്കേണ്ട തീരുമാനിച്ചു. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഡിസിഷൻ. ഇറ്റ്സ് എ ഡിസിഷൻ. സോ കോർട്ട് അക്സെപ്റ്റ്സ് ദാറ്റ്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് തോന്നി ഇത് മുകളിലോട്ട് കേസ് പോകും. ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി വരെ പോയി നിൽക്കുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി പോകാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ മാഗ്നയിൽ ജോലി ചെയ്ത പൈസയെന്ന് എൻ്റെ കൺവിക്ഷൻ്റെ പുറത്ത് ഞാൻ അഡ്വക്കേറ്റിൻ്റെ ഫീസ് കൊടുത്താണ് കേസ് നടന്നത്. ഒരു ബോബി എന്നൊരു അഡ്വക്കേറ്റാണ്, പുള്ളി ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. അങ്ങനെ കേസ് കൊടുത്തു. അപ്പോൾ എന്നോട് നമ്പി പറയണം, അപ്പോൾ നമ്പി എന്ന കേസൊന്നും കൊടുത്തില്ല. ഈ കേസ് നമ്പി എന്നോട് രാജ അത് അപ്പീൽ പോകണം. പിന്നെ അമ്മ നമ്പി എൻ്റെ ഇതിവിടെ എങ്ങും നിൽക്കില്ല, സുപ്രീം കോടതി വരെ പോയി, എൻ്റെ അങ്ങനെ പൈസ ഇല്ല. അത് കുഴപ്പമില്ല, അത് ഞാൻ തരാം നമുക്ക്. ഞാൻ നമ്പി വേറെ ആരെന്തെങ്കിലും പൈസ മേടിച്ച് കേസ് നടത്തുന്ന ആളുകൾ ഇവിടെ കണ്ടേക്കാം. ഞാൻ അങ്ങനത്തെ ആളല്ല. എൻ്റെ കൺവിക്ഷൻ്റെ പുറത്ത് ഞാൻ അധ്വാനിച്ച പണം കൊണ്ടാണ് ഞാൻ ആ കേസ് കൊടുക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ കൺവിക്ഷൻ. അത് നിങ്ങളോട് മാത്രമല്ല, ഇറ്റ്സ് എ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓൺ മൈ പാർട്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. നമ്പി നാരായണൻ അങ്ങേ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് തന്നെ. നമ്പി നാരായണൻ കൊടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ബട്ട് ഓർ മേ ബി. ഏതായാലും നമ്പി അതിന് ശേഷം ഈ ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് ഒരു കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് പറയുന്നു ഗവൺമെൻറ്റിനോട് ഇത് തിരിച്ചയച്ചിട്ട് പറയുന്നു ഗവൺമെൻറ് കുറേ കൂടെ ശ്രദ്ധയോടുകൂടി ഇതിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് CB മാത്യു. ഡിവിഷൻ ബെഞ്ച് പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ച് പറയുകയാണ് അതിനെ സിംഗിൾ ബെഞ്ചിൻ്റെ ഡിസിഷനെ ക്വാഷ് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് തിരിച്ചയക്കുന്ന ക്വാഷ് ചെയ്യണം. അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് നമ്പി നാരായണൻ സുപ്രീം കോടതി പോകുന്നത്. അതാണ് ഈ 2018 വന്ന ഈ ഡിസിഷൻ വിധി. 50 ലക്ഷം. അപ്പോൾ 50 ലക്ഷം നമ്പി നാരായണൻ്റെ കേസ് എന്താണ്? ഇവർക്കെതിരെ നടപടി എടുക്കണം. ഇവർക്കെതിരെ നടപടി എടുക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന തീരുമാനത്തിനെതിരെയാണല്ലോ പോകുന്നത്. അതായത് ഡിമാൻഡിങ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദ എർണിംഗ് പോലീസ് ഓഫീസേഴ്സ്. അതാണ് നമ്പി നാരായണൻ്റെ പ്രയർ. അപ്പോൾ ആ പ്രയറിൻ്റെ അതിൻ്റെ കൂടെയാണ്
ഈ ജഡ്ജ് ദീപക് മേത്തയുടെ ചീഫ് ജസ്റ്റിസാണ്. എനിക്കൊന്ന് ചന്ദ്രചൂഡ് ആ ബെഞ്ചിലുണ്ടായിരുന്നു തോന്നുന്നു. എന്നിട്ട് ഉണ്ടെന്ന് തോന്നുന്നു, ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ തീരുമാനം വരുമ്പോൾ എന്താണ്, നമ്പി നാരായണനെ ഇതായിട്ട് നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് വേണ്ട നടപടി എടുക്കാൻ വേണ്ടി DK ജെയിൻ കമ്മീഷനെ വയ്ക്കുന്നു. 1. 2, നമ്പി നാരായണന് 50 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കുന്നു. അപ്പോൾ നമ്പി നാരായണൻ്റെ കേസിൽ നമ്പി നാരായണൻ പറയുന്നത് എന്താണ്, നമ്പി നാരായണന് ISRO കേസ് വന്നതുവഴി വലിയ ഡാമേജ് ഉണ്ടായി, കരിയറിലുണ്ടായി, ജീവിതത്തിലുണ്ടായി, പേഴ്സണൽ എല്ലാം ഉണ്ടായി. പക്ഷെ ഞാൻ അതിനകത്ത് കണ്ടുവെച്ചാൽ നമ്പി നാരായണൻ അതിനകത്ത് പിന്നെ മാത്രമല്ല ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് തടസ്സവുമുണ്ടായി നമ്പി നാരായണൻ അറസ്റ്റ്. ഇത് രണ്ടും ഫാക്ച്വലി തെറ്റാണ്. കാരണം നമ്പി നാരായണൻ അറസ്റ്റ് ചെയ്ത 1994 നവംബർ 30-നാണ്. പക്ഷേ നവംബർ 1-ന് തന്നെ നമ്പി നാരായണൻ വോളണ്ടറി റിട്ടയർമെൻറ്റിന് വേണ്ടി ISRO ചെയർമാന് ഫോർമലായിട്ട് കത്ത് കൊടുത്തിരുന്നു. ആ കത്തിൽ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കാര്യത്തിൽ 3 മാസത്തെ ഇത് ടൈം വേണം, നോട്ടീസ് വേണം, നല്ല കണ്ടോൺ ചെയ്ത് തന്നെ. എന്നിട്ട് സൈഡിൽ ഹാൻഡ് റിട്ടൺ സാധനമുണ്ട് സ്വന്തം കൈപ്പടയിൽ. ഈ PSLVയുടെ വിജയ സമയത്ത് തന്നെ ഞാൻ പുറത്തു പോകുന്ന കാര്യം ഞാൻ താങ്കളോട് സൂചിപ്പിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഇൻ്റർവ്യൂ നമ്പി നാരായണൻ പറഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിന് ഞാൻ ഇന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്പി നാരായണൻ്റെ സീനിയർ, നമ്പി നാരായണൻ്റെ മുകളിലുള്ള ആളായിരുന്നു മുത്തുനായകൻ. അപ്പോൾ മുത്തുനായകൻ പറഞ്ഞ മുത്തുനായകത്തിനെ ISROയുടെ ചെയർമാൻ ആക്കും. മുത്തുനായകൻ വാസ് വെരി സീനിയർ. അപ്പം അല്ലെങ്കിൽ മുത്തുനായകൻ ഇവിടുന്ന് പോകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്പി കരുതുന്നത് മുത്തുനായകത്തിന് ISRO ചെയർമാനാക്കുമ്പോൾ നമ്പിയെ ഡയറക്ടറാകും. പക്ഷേ കസ്തൂരി എങ്ങനെ ആക്കുന്നു, മുത്തുനായകത്തിനെ ആക്കിയില്ല, മുത്തുനായകൻ രാജി വച്ചുമില്ല, നമ്പി നാരായണൻ ഒട്ടായുമില്ല. അപ്പോൾ അത് നമ്പി നാരായണൻ അവിടെ നമ്പി നാരായണൻ കാരണം ബിസിനസ്സൊക്കെ തുടങ്ങുന്നു വിചാരിച്ചായിരിക്കണം. അപ്പോൾ പുള്ളിയുടെ ഹി ഹാഡ് മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ക്വിറ്റ് ISRO 1994 ഏപ്രിൽ ഇറ്റ്സെൽഫ്. ഏപ്രിൽ തന്നെ വിട്ടുപോകാൻ തീരുമാനിച്ചു മനസ്സുകൊണ്ട്. അത് ചെയർമാനോട് ഓഗസ്റ്റിൽ പറയുന്നു, നവംബറിൽ ഫോർമലായിട്ട് കത്ത് കൊടുക്കും. ഈ പ്രൊസീജിയർ എല്ലാം അതുകൊണ്ട് കരിയർ നഷ്ടപ്പെടുത്തിയത് ഈ കേസല്ല. ഹി ഹാഡ് ഡിസൈഡഡ് ടു ക്വിറ്റ് ISRO. പിന്നെ അതിനുശേഷം 30 ദിവസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? അത് 2 ക്രയോജനിക്സ് ഒന്നുമില്ല. കാരണം ഇന്ത്യക്ക് അന്ന് ഒന്നും ഇല്ലല്ലോ. ഇന്ത്യക്ക് ക്രയോജനില്ലാത്തൊരു സാധനം, ഒന്നുമില്ലാത്ത സാധനം എന്ത് ചെയ്യാനായിട്ടാണ്? സ്പൈ ചെയ്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ അത് രണ്ടും കള്ളം, അതായത് പെർജുറി. നമ്മൾ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടുകൂടി സത്യമാണ് എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം പെർജുറിയാണ്. നമ്മൾ ലോവർ കോടതികളിൽ എന്താണ് നമ്മൾ വാദവും വിസ്താരവും സാക്ഷി വിസ്താരമുണ്ട്. ഹയർ കോർട്ടിലേക്ക് ഫ്രം ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് നമ്മൾ കൊടുക്കുന്ന ഫയൽ ചെയ്യുന്ന അഫിഡവിറ്റാണ്, ഡോക്യുമെൻറ്റ്സ് ആണ് അവർ. അപ്പോൾ ആ ഡോക്യുമെൻറ്റിൽ നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ നമുക്കെതിരെ പെർജുറി കേസ് എടുക്കാം. ആക്ച്വലി കേസ് ഷുഡ് ഹാവ് ബീൻ ഇനിഷ്യേറ്റഡ് എഗൻസ്റ്റ് നമ്പി നാരായണൻ ഫോർ മിസ്ലീഡിങ് ദ കോർട്ട് ബൈ ഗിവിങ് ഫാൾസ് ഡീറ്റെയിൽസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഫാൾസ് പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നു, പെർജുറി കേസ് എടുക്കണമായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് ഫൈൽഡ് ഫാൾസ്. ഈ ഡോക്യുമെൻ്റ് ബേസ് ചെയ്തിട്ടാണ് കോടതി പറഞ്ഞ് ഇദ്ദേഹത്തെ കരിയറിന് തകർന്നു ഇല്ല. ഓക്കെ. പിന്നെ പുള്ളി അറസ്റ്റ് ചെയ്ത ഒരു ദിവസം പോലും നമ്മളെ അവിഹിതമായിട്ട് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന തെറ്റാണ്. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ all these grounds which he had placed before the Supreme Court were wrong ആയിരുന്നു, false, lies. അടുത്ത കാര്യം സാർ, ഈ 14 കൊല്ലം ഈ കേസിനെ നിരന്തരമായി ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ, ആ കേസിനെ കുറിച്ച് ഓതൻറ്റിക്കായ ഒരു പുസ്തകം എഴുതിയ ആളെന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, 50 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം പരസ്യമായിട്ട് കൊടുക്കുമ്പോൾ ആ കേസിൽ യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് ഇദ്ദേഹം അർഹിക്കുന്ന ഒരാളല്ല എന്ന് സാർ ഊന്നി പറഞ്ഞു. ഇനി ആ കേസിൽ ആർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ അർഹിക്കുന്ന എത്രയോ പേർ ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടാതെ ആ കേസിൽ ബാക്കി. നമ്പി നാരായണൻ നഷ്ടപരിഹാരം അർഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. നമ്പി നാരായണൻ കൊടുത്ത കേസിൻ്റെ മെയിൻ പോയിന്റ് ഈ ആളുകൾക്കെതിരെ കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കണം എന്നുള്ളതാണ്. കാരണം അതായിരുന്നു എൻ്റെ കേസാണ് നമ്പി നാരായണൻ കൊടുത്ത കേസിൻ്റെ ജെനിസിസ്. എൻ്റെ കേസിൽ പറയാത്തൊരു കാര്യം നമ്പി നാരായണൻ അപ്പീൽ പോകുമ്പോൾ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. റൂട്ട് അതാണ്. പിന്നെ നമ്പി നാരായണൻ 50 ലക്ഷം കൊടുക്കുമ്പോൾ നമ്മളതിനകത്ത് മുമ്പ് ഒരു കാര്യമാണ്, 2001 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ട്. അതിനകത്ത് നമ്പി നാരായണൻ ഇമ്മീഡിയറ്റ് ഇൻ്ററിം റിലീഫ് ആയിട്ട് 10 ലക്ഷം രൂപ കൊടുക്കണം. അതിനോടൊപ്പം വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്പി നാരായണൻ 1 കോടി രൂപയ്ക്ക് കേരള ഇവിടെ എന്താണ് കോടതിയിൽ, സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരവ് നമ്പി നാരായണൻ അനുകൂലമായിട്ട് കിട്ടുമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനായിരുന്ന JS വർമ്മയ്ക്ക് ഉറപ്പുണ്ടായിരിക്കണം. കിട്ടുമ്പോൾ ഈ 10 ലക്ഷം അതിൽ കുറയ്ക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ വേർഡിങ്സ്. അപ്പം നമ്പി നാരായണൻ 1 കോടി രൂപയ്ക്കൂടെ കേസ് കൊടുത്തിരുന്നു. നമ്പി നാരായണൻ കൊടുക്കുമ്പോഴാണ് സുപ്രീം കോടതി നമ്പി നാരായണൻ്റെ ഇവിടെ ഉള്ളപ്പം നമ്പി നാരായണൻ അവിടെയും ചോദിക്കുന്നത് ശരിയല്ല, ഇവിടെ കൊടുത്തിരിക്കുകയല്ലേ. പക്ഷേ സുപ്രീം കോടതി 50 ലക്ഷം കൊടുത്തു. സുപ്രീം കോടതിയുടെ മഗ്നാനിമിറ്റി ആകാം.
അപ്പം നമ്മൾ ഈ കോടതികളിലൊക്കെ നോക്കേണ്ട ഒരു പൊതു രീതിയുണ്ട്. അവർ 1000 നീതി അല്ലാത്ത പ്രവൃത്തി ചിലപ്പോൾ ചെയ്തേക്കാം, എന്നിട്ട് ഒരെണ്ണം അവർ പക്കാ നീതിക്കും അപ്പുറമുള്ള നീതി അവർ ചെയ്യും. അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. അതാണ് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എന്ന് അവതരിപ്പിക്കും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. കാരണം നമ്പിക്ക് 50 ലക്ഷം നമ്മളൊരു നോക്കുകയാണ്, 50 ദിവസമാണ് നമ്പി ജയിലിൽ കിടന്നത്. അത് 50 ലക്ഷമാണ്, ഒരു ദിവസത്തിന് 1 ലക്ഷം വെച്ച് കൂട്ടിക്കും. അങ്ങനെയാണ് ശശികുമാർ 60 ദിവസം കിടന്നു, ചന്ദ്രശേഖർ 49 ദിവസമായിട്ട് കിടന്നു, ശർമ്മ SK ശർമ്മ സുനിൽകുമാർ ശർമ്മ എന്ന് പറഞ്ഞാൽ 43 ദിവസമായിട്ട് കിടന്നു, ഫൗസിയ ഹസൻ 1000 ദിവസം കിടന്നു, മറിയം റഷീദ 1145 ദിവസം കിടന്നു. അപ്പോൾ ഫൗസിയ ഹസന് 1000 ലക്ഷവും അതായത് 10 കോടി, മറ്റവർക്ക് അത്രയും എമൗണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കണം. ഇതനുസരിച്ചാണെങ്കിൽ കൊടുക്കേണ്ടതാണ്. ഒരു നമ്മുടെ തുല്യത ബോധമാണെങ്കിൽ ഇത് ചെയ്യണം. അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും നമ്പീനാരനെ പോലെ ഒരു 50 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഈ മറ്റുള്ള പ്രതികളെ സുപ്രീം കോടതി കാണുന്നില്ലേ? ഒരാളുടെ വേദന മാത്രമാണോ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഞാനാണ് പരാതി എഴുതി കൊടുക്കണം മറിയം റഷീദയ്ക്കും ഫൗസിയാസിനും വേണ്ടി. ആ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് തൊട്ടില്ല. പക്ഷേ നമ്പീനാരനെ കേസ് കൊടുക്കുമ്പോൾ എടുക്കുന്നു. അപ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനത്തിനകത്ത് വ്യക്തികളുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ മനുഷ്യാവകാശ ലംഘനമല്ലേ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ ലംഘനമാണ് ആ കേസിൽ നടത്തുന്നത്. 2 പേര് കൊടുക്കുമ്പോൾ കേസെടുക്കുന്നില്ല, മൂന്നാമൻ കൊടുക്കുമ്പോൾ ഈ മൂന്നാമൻ എന്താണ് പ്രത്യേകത? എന്താണ് പ്രത്യേകത മറ്റവർക്ക്? ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. അത് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ ലംഘനം നടത്താൻ ആരാണ് ഈ അവകാശം കൊണ്ടുവരുന്നത്? അവർക്ക് ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ ആരവകാശം കൊടുത്തു? ഇത് സുപ്രീം കോടതി എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും തമാശ അതല്ല, അപ്പോൾ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് ഈ 1 കോടിക്ക് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് ആയിട്ട് നമ്പീനാരായണൻ്റെ അടുത്ത് പോയിട്ട് 1,30,00,000 കൊടുക്കുന്നു. ആ 30 ലക്ഷം കൊടുക്കുന്ന ഉത്തരവിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കുറയ്ക്കാൻ പറഞ്ഞ 10 ലക്ഷം കുറച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഉത്തരവിൽ. ഞാൻ കണ്ടിട്ടില്ല ഉത്തരവിൽ. കൊടുത്തോന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, അത് കൊടുക്കാനുള്ള ബാധ്യത നമ്പീനാരായണനുണ്ട്. രണ്ടും നടന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഉത്തരവിൽ അതില്ല. എന്തായാലും നിജസ്ഥിതി അറിയാൻ ജനങ്ങൾക്കും ഉത്തരവിൽ അതില്ല. ഇതിനകത്ത് ഒരു തമാശ, നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിന് 10 കോടി രൂപയുടെ അല്ലെങ്കിൽ ഇത്ര ഒരു പ്രോജക്റ്റ്, അത് ഉദ്ദേശിച്ചതിനേക്കാൾ 50 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുന്നു പറയുമ്പോഴത്തേക്ക് അത് അഴിമതി എന്ന് പറയും. 1 കോടി നഷ്ടപരിഹാരം ചോദിച്ച ആൾക്ക് 1,30,00,000 കൊടുത്തതിൻ്റെ പുറകിൽ ഏത് ഉദ്യോഗസ്ഥൻ്റെ അഴിമതി ഉണ്ടെന്നുള്ളത് അന്വേഷിക്കണ്ടേ? മറ്റേത് അഴിമതിയാണ്, ഇവിടെ അഴിമതി വരാമല്ലോ. ആൾറെഡി 50 lakhs അവിടെ കിട്ടി, അപ്പോൾ ഇവിടെ 1 കോടി കൊടുത്താൽ മതി മാക്സിമം ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്. 2 കാര്യം കൂടി അറിയാനുണ്ട് സാർ. ഒന്ന്, എനിക്ക് പരിഹാസ്യമായി തോന്നിയൊരു കാര്യം, അങ്ങയുടെ പുസ്തകം ഈ ക്ലാസിഫൈഡ്സ് ഈ ചാരക്കേസിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നൊരു കാര്യം, ഇപ്പോഴും നമ്മുടെ CBI 14 കൊല്ലം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നു. സാറ് എനിക്ക് തോന്നുന്നു തുടക്കത്തിലേ സാറ് പറഞ്ഞു വെച്ച കാര്യം, അതായത് ഈ ഇൻസ്പെക്ടർ വിജയൻ മറിയം റഷീദയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു പെണ്ണ് കേസാണ് ഇതിൻ്റെ അടിത്തറ എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നോ സാർ ഉന്നയിച്ചൊരു ഇഷ്യൂ ആണല്ലോ. CBIയുടെ ചാർജ് ഷീറ്റ് ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിനെ തുറന്നിട്ട് CBI അന്വേഷണം നടത്തുമ്പോൾ അവർ ആദ്യം ഇവരൊക്കെ ജാമ്യത്തിന് പോയി, മുൻകൂർ ജാമ്യം. അപ്പോൾ CBI പറയണത് ഇത് ISI ആണ് ഈ കേസ് ഉണ്ടാക്കിയത്, CI അല്ല, ISI. എല്ലാം പാകിസ്ഥാനാണ് ചെയ്യുന്നത്. CBI 94 തൊട്ട് 18 മാസം അന്വേഷിച്ചിട്ട് അവർ ഈ ISIയുടെ ഇത് കണ്ടെത്തിയില്ല. ഇവർ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പേ ISI കണ്ടെത്തി. അപ്പോൾ ഇതിൽ ഏത് CBI ടീമാണ് എ പാക്ക് ഓഫ് ജോക്കേഴ്സ്? ഫസ്റ്റ് CBI ടീം ഓർ ദ സെക്കൻഡ് CBI ടീം? ഐ ഡോണ്ട് നോ. എനിക്കോ രണ്ടാമത്തെ CBI അന്വേഷണം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ മറിയം റഷീദെ പിണറായി വിജയൻ അവരെ ഇൻസ്പെക്ടർ വിജയൻ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത്. ഇതിന് ഇവർ ഇത്ര അന്വേഷിക്കേണ്ടേ? ഒരു കോപ്പി എൻ്റെ ബുക്ക്, അല്ലെങ്കിൽ ഞാൻ വേണേൽ കൊടുക്കുമായിരുന്നു ഒരു കോപ്പി CBI ബുക്കിലുണ്ട്, തന്നെ റിപ്പോർട്ട് എഴുതി. ഇത്രയും ഇവർ പാടുപെടണം. ഇനി അത് ചെയ്യണമെന്ന് വെച്ചാൽ CBI നമ്മൾ കാണുന്ന പോലെ എന്താണ് നമ്മുടെ SN സ്വാമിയൊക്കെ CBI എന്നാണ് നമ്മൾ കാണുന്നത്. ഇറ്റ്സ് എൻ ഇല്ലീഗൽ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഫ്രം എ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്യൂം. There is a court verdict to that effect. ഈ വിഷയത്തിൽ സാറിൻ്റെ പക്ഷത്തു നിന്നുള്ള വിശദീകരണത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനായിട്ട് ഞാൻ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. CBI എന്ന സ്ഥാപനം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായൊരു സ്ഥാപനമാണ്. അത് സാറ് അല്ല, അത് ഗുവാഹത്തിയിലെ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് 2013 നവംബർ 9 ആണെന്ന് എനിക്ക് തോന്നുന്നു ആ ജഡ്ജ്മെൻറ്റ് വരുന്നത്. അത് അവിടെ ഏതോ ഒരു വ്യക്തിക്കാരൻ, അയാൾ പേരുന്ന വൻകുമാർ, അയാൾക്കെതിരെ CBI കേസ് എടുക്കുമ്പോൾ അയാൾ അതിനെ CBIയുടെ റൈറ്റ് ടു ഇൻവെസ്റ്റിഗേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അയാൾ കോടതി പോകുന്ന ആ കോടതിയുടെ തീരുമാനമാണ്.
അപ്പോൾ അതിനകത്ത് കോടതി അമിക്കസ് ക്യൂറി വെക്കുന്നു. അപ്പോൾ അവർ കോടതിയുടെ ഫൈനൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് DSP ആക്ട് ആ ആക്ട് അനുസരിച്ചാണ് CBI ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു ഈ DSP ആക്ടിനകത്ത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കുക എന്നല്ലാതെ CBI ഉണ്ടാക്കുക എന്ന് അതിൻ്റെ അമെൻമെൻറ്റിലോ ആ നിയമത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല. നാളിതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഇത് ആദ്യം തുടങ്ങുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലെ ചില അഴിമതികളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. കാരണം പോലീസിങ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഏജൻസി വെക്കാൻ നോക്കൂല. ഇറ്റ് ഈസ് ഇല്ലീഗൽ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. പോലീസിങ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. നിങ്ങൾ CBI എവിടെയെങ്കിലും ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കേട്ടിട്ടുണ്ടോ? പോലീസിങ് ഫംഗ്ഷൻ ഇല്ല, പാടില്ല. അങ്ങനെ അത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇനി ഈ CBI എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയതായിട്ട് DSP ആക്ടിൽ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഇല്ലീഗൽ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. 2, ഇതൊരു പ്രസിഡൻഷ്യൽ ഓർഡറാണ്. അതിൻ്റെ ഡേറ്റ് ഭയങ്കര രസമാണ്. 1963 April 1. April 1 കേട്ടെ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ. ഏപ്രിൽ ഫുൾ ആക്കുന്ന സാധനമാണ്. അന്ന് ആ ഉത്തരവിനെക്കുറിച്ച് ആ ഉത്തരവ് ഇല്ലീഗലാണെന്നാണ് കോടതി കണ്ടെത്തുന്നത്. ആ ഉത്തരവിന് വേറൊരു തമാശ കൂടെ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ പ്രസിഡൻഷ്യൽ ഓർഡർ. കാരണം ഇത് പ്രസിഡൻറ്റിന് അയച്ചിട്ടുമില്ല, പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് കിട്ടിയിട്ടുമില്ല. ഇത് CBI ഉണ്ടാക്കുന്ന ആ പ്രൊക്ലമേഷൻ ഡേറ്റഡ് 1963 April 1 ദാറ്റ് ഹാഡ് നെവർ ബീൻ സെൻഡ് ടു ദ പ്രസിഡൻറ്റ്. അതിന് പ്രസിഡൻറ്റിൻ്റെ അസറ്റും കിട്ടിയിട്ടില്ല എന്ന് ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ് ഞാൻ കോട്ട് ചെയ്യണത്. ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ പ്രസിഡൻഷ്യൽ ഓർഡർ. അത് വച്ചുകൊണ്ടാണ് ഇവർ ഈ CBI അന്വേഷണം. ഈ ഉത്തരവ് വന്ന ഉടനെ എന്ത് പറ്റി? ഉടനെ തന്നെ ഇത് സുപ്രീം കോടതിയിലേക്ക് മാത്രമല്ല CBIക്ക് അവരുടെ റെസൊല്യൂഷൻ്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർ ആർക്കൈവ്സിൽ നിന്നൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് കൊണ്ടുവന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്ത് അഫിഡവിറ്റേ ഫയൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഫൈൻഡിങ്സ് ആണ് കേട്ടോ. പിന്നെ തീരുമാനം വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നേരെ അപ്പീലിന് പോകുന്നു. അപ്പം ജസ്റ്റിസ് സദാശിവമാണ് അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് കേട്ടിട്ട് ഇത് സ്റ്റേ കൊടുക്കുന്നു. ജസ്റ്റിസ് സദാശിവം 6 മാസം കഴിയുമ്പം ഗവർണറായിട്ട് വരുന്നു. അപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ അപ്പം തിരിച്ച് ഗവൺമെൻറ് കൊടുക്കും കേട്ടോ. ക്വിഡ് പ്രോക്ക് അപ്പം കൊടുത്തേക്കും, അങ്ങനെ വരുന്നു. 2013 നവംബർ മാസം തൊട്ട് CBI ഈസ് ഓൺ എ ലീഗൽ വെന്റിലേറ്റർ. ഈ ലീഗൽ വെന്റിലേറ്റർ നിന്ന് മാറ്റണമെന്ന് 12 വർഷമാകുന്നു. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് തോന്നാത്ത ഇതിനകത്ത് ഡിസിഷൻ എടുക്കണമെന്ന്? എന്തുകൊണ്ട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് CBI ആവശ്യപ്പെടുന്നില്ല? മറ്റേയാൾ ആവശ്യപ്പെടുന്നില്ല. കാരണം അയാളുടെ കേസ് തള്ളിക്കളഞ്ഞു കോടതി. CBIക്ക് എടുക്കണം, തള്ളിക്കളഞ്ഞു. അപ്പം അയാൾക്ക് റിലീഫ് കിട്ടിയാലേ ഇപ്പം മരിച്ചു പോയി കാണും, അയാൾക്ക് ഇനി നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? CBI ഈസ് എൻ ഇല്ലീഗൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് വർക്കിംഗ് ഫ്രം എ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്യൂം. ഇറ്റ് കനോട്ട് ഇൻവെസ്റ്റിഗേറ്റ്. മാത്രമല്ല അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അംബേദ്കറുടെ പ്രസംഗം കോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇത് CBIയുടെ പറഞ്ഞിരിക്കുന്ന ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് CRPC അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അത് ശരിക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അത് CRPC അനുസരിച്ചുള്ള അന്വേഷണമല്ല എന്ന് പറയുന്നുണ്ട് എന്ന് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിസ്കഷൻ. അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസം എന്താണെന്നറിയോ? സ്റ്റേറ്റ് പോലീസിനേക്കാൾ വിശ്വാസ്യതയുള്ള എന്തോ ദേശീയ പ്രാധാന്യമുള്ളൊരു സ്ഥാപനമാണ് CBI എന്നാണ്. അത് സ്റ്റേറ്റ് പോലീസ് അത്ര കറപ്റ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഒരാളെ മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ ഇത്ര മോശമായതുകൊണ്ടാണ്. ഇത്രയും ഇല്ലീഗലായ ഒരു സാധനത്തെയാണ് നമ്മൾ വല്ലാതെ വിശ്വസിക്കുന്നത്. നമ്മൾ എന്നിട്ട് CBI ഇവിടെ വരുന്ന കേസിന് CBI എന്തുകൊണ്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ് ആണെങ്കിൽ എന്തുകൊണ്ട് ആ കോടതിയിൽ കേരള ഗവൺമെൻറ് കക്ഷി ചേരുന്നില്ല? അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കക്ഷി ചെയ്യുന്നില്ല? ഇവർക്കൊക്കെ ഇതുപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ അത് ഒരു ഇല്ലീഗൽ ഓർഗനൈസേഷനാണ്. IBയും ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്തുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയിട്ടാണ് IB ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് ആഫ്റ്റർ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇല്ലേ, അന്ന് പ്രോപ്പർ ഇൻ്റലിജൻസ് കിട്ടിയില്ല എന്ന് പ്രോപ്പർ ഇൻ്റലിജൻസ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. അത് നമുക്ക് CBIയുടെ ഓർഡർ പ്രസിഡന്റ് അയച്ചിട്ട് പോലും ഇല്ല. ഇത് അതാ ഓർഡർ സുപ്രീം ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ട്. ഇറ്റ് വാസ് നോട്ട് ഈവൻ സെൻഡ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഹിസ് അസെന്റ് നോർ ദെയർ ഇസ് എൻ അസെന്റ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എത്ര പേരെയാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് നിങ്ങൾ ആലോചിക്കും. ഇതിനേക്കാൾ പ്രധാനമായിട്ട് ഏത് കേസാണ് സുപ്രീം കോടതി ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ എല്ലാ ജനതയും ബാധിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. ഈ ISRO ചാരക്കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക്
ജെ രാജശേഖരൻ നായർ എന്ന ജേർണലിസ്റ്റ് ആവർത്തിച്ച് കടന്നു ചെല്ലും തോറും വിസ്ഫോടനാത്മകമായ ഒട്ടേറെ വിവരങ്ങളാണ് മലയാളിയോട്, ഇന്ത്യക്കാരോട് അദ്ദേഹം പങ്കിടുന്നത്. ആ വിവരങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടവരുടെ കണ്ണ് തീർച്ചയായിട്ടും എത്തിച്ചേരട്ടെ എന്ന ആഗ്രഹത്തോടെ, ആശംസകളോടെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. ക്രൈം ഈ വിഷയത്തിലുള്ള ചർച്ചകൾ തുടർന്നും നടത്തിക്കൊണ്ടേയിരിക്കും. നന്ദി.